ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന നക്ഷത്രക്കാർ ഞാനീ പറയുന്ന ഒരു ചെറിയ കാര്യം ചെയ്താൽ അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി തെളിയുന്നുള്ളതാണ്. വലിയ മാറ്റങ്ങളിലേക്ക്, സമ്പത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക്, ജീവിതത്തിൽ നിന്ന് നല്ല ഉയർച്ചയിലേക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടും. ചില ലളിതമായ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ഏതൊക്കെ നക്ഷത്രക്കാരാന്ന് ഞാൻ പറയുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അത് ഉപകാരപ്പെടുന്ന കാര്യമാണ്. കൂടാതെ ഈ വീഡിയോയിൽ തന്നെ വീട്ടമ്മമാർ അടുക്കള ചെയ്യേണ്ട ചില രഹസ്യ വിദ്യകൾ പറഞ്ഞു തരുന്നുണ്ട്. അത് 27 നക്ഷത്രത്തിൽപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. അത് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം ഞാൻ ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ചെയ്യാവുന്ന ചില രഹസ്യ വിദ്യകൾ പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. അത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നല്ല കാര്യങ്ങളാണ്. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, അത് ചെയ്യുന്ന രീതി എല്ലാം പറയും. കേട്ടിട്ട് ചെയ്യുന്ന രീതി കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ന്യായമായ കാര്യമായിരിക്കണം. സത്യസന്ധമായ ഒരു പരിഹാരം ചുരുക്കി ഒരു ചെറിയ വോയിസ് ആയിട്ട് ഇട്ടാൽ ഞാൻ അതിന് പരിഹാരം പറഞ്ഞുതരും. അതിന് ഫീസൊന്നുമില്ല. പിന്നെ വിശകലനം ചെയ്യുന്നതിന് മാത്രം നിശ്ചിത ഒരു ഫീസുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി. അത് ഞാൻ ആദ്യം പറയും എങ്ങനെ ചെയ്യുന്നതാണ്. ആ രീതി കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചെയ്യാം. അല്ല, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ, ശിവോഹം, ശിവശിവ, ഓം നർപ്പവി, എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്ന് പറയാൻ പോകുന്നത് ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, ചന്ദ്രകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ DNA അസ്ട്രോളജി അനുസരിച്ച്, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. കൂടാതെ കാർത്തിക, പൂരം, മൂലം, രേവതി, ചൊവ്വാകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ DNA അസ്ട്രോളജി അനുസരിച്ച്, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. തിരുവാതിര, ചിത്തിര, തിരുവോണം, ശുക്രകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. ഇത്രയും നക്ഷത്രങ്ങൾ ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, കാർത്തിക, പൂരം, മൂലം, രേവതി, തിരുവാതിര, ചിത്തിര, തിരുവോണം, ഇത്ര നക്ഷത്രക്കാര് ചെറിയൊരു കാര്യം ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളൊരു വഴി തെളിഞ്ഞു വരും. ജീവിതം മാറും. നിങ്ങൾ എവിടെ താമസിച്ചോട്ടെ, വാടകയ്ക്ക് താമസിച്ചോട്ടെ, അല്ലാതെ താമസിച്ചോട്ടെ, നിങ്ങൾ എവിടെ താമസിക്കുകയാണേലും നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം, ഏറ്റവും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക. അവിടെ പോയി വെള്ളിയാഴ്ച വൈകുന്നപാട്, ശ്രദ്ധിച്ചു കേട്ടോണം, വെള്ളിയാഴ്ച രാവിലെയല്ല, വൈകുന്നപാട് ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. എന്നെ രക്ഷപ്പെടുത്തണേ അമ്മേ, എനിക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, ജീവിതമാർഗം നൽകണേ എന്ന് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു നെയ്വിളക്കിന് 15-20 അത്രയൊക്കെ ആകത്തുള്ളൂ ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്ക്. അപ്പൊ ഇത് ഒരു തവണ ആദ്യം ചെയ്യുക. പിന്നെ സാധിക്കുന്ന പോലെ ആവർത്തിക്കും, നല്ലതാണ്. വെള്ളിയാഴ്ചകൾ ഒരു തവണയെങ്കിലും ചെയ്യുക. അപ്പം തൊട്ട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. വെള്ളിയാഴ്ച രാവിലെ അല്ല, വെള്ളിയാഴ്ച വൈകുന്ന പാടാണ്. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഈ ഒരു കാര്യം ചെയ്യുക. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ ജീവിതത്തിലെ വഴികൾ തെളിഞ്ഞു വരും. ജീവിതം രക്ഷപ്പെടാൻ ഒരു വഴി തെളിഞ്ഞു വരും. രഹസ്യമായ വിദ്യ. ഇനിയും ഈ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ ആറാട്ട് ഈ നക്ഷത്രക്കാർ പറ്റുവാണെങ്കിൽ കണ്ടു തോന്നണം. അത് വർഷത്തിലൊന്നാണ് വരുന്നത്. അത്ഭുതകരമായ ജീവിതം മാറും. വെള്ളിയാഴ്ചകൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണം. മനസ്സിലാകുന്നുണ്ടല്ലോ? വെള്ളിയാഴ്ചകൾ ഈ നെയ്വിളക്ക് തെളിയിക്കുന്നത് വെള്ളിയാഴ്ചയും ചെയ്യണം, ഞായറാഴ്ച വൈകിട്ടും ചെയ്യണം കേട്ടോ. 2 ദിവസം ചെയ്യണം. അമ്മേ, ഭദ്രകാളിയമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ, സമ്പത്ത് നൽകണേ, ഉയർച്ച നൽകണേ, ഒരു മേൽഗതി ഉണ്ടായി വരും. രക്ഷപ്പെടാനൊരു വഴി അമ്മ തരും. സാധിക്കുന്ന പോലെ വെള്ളിയും ഞായറും വൈകുന്ന പാട് ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ. ഈ നക്ഷത്രക്കാർ ചെയ്യുക. അവരുടെ ജീവിതം മാറും. അവരുടെ ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ വരും, പുതിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. പിന്നെ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, അവരുടെ കുടുംബദേവത ഏതാണോ ആ കുടുംബക്ഷേത്രത്തിൽ പോകണം. പോയി പറ്റുന്ന വഴിപാട് ചെയ്യുക. എന്ത് ചെയ്താലും ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി അതിൻ്റെ കൂടെ വേണം. ഒരു കടുംബായുസം അതിൻ്റെ കൂടെ വേണം. ഭദ്രകാളിയമ്മ ആണെങ്കിൽ മിക്കവാറും എല്ലാം ഭദ്രകാളിയമ്മ തന്നെ ആയിരിക്കും. ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, ഒരു കടുംബായുസം, ഇത്
ഉറപ്പായിട്ട് അതിൻ്റെ കൂടെ വേണം. പിന്നെ ഒരു സെറ്റ് മുണ്ട് കൂടെ അമ്മയ്ക്ക് സമർപ്പിക്കുക. പിന്നെ നിങ്ങൾ സെറ്റ് മുണ്ട് ഒരു 4 മാസത്തിലോ 6 മാസത്തിലോ ഒരിക്കൽ ആവർത്തിച്ചാൽ മതി. പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കടുംബായുസും മാസത്തിലൊന്ന് വീതം ആവർത്തിക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. ഏതായാലും ഒരു തവണയെങ്കിലും ചെയ്യുക. ഈ നക്ഷത്രക്കാർ ഇത്രയും കാര്യം ചെയ്യുക, അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, യാതൊരു സംശയം വേണ്ട. ജീവിതത്തിൽ ഒരു വഴി തുറന്നു വരും എന്നുള്ളതാണ്. കാരണം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ പലരും ചെയ്തവർക്ക് ഒരു ജീവിതമാർഗം ഉണ്ടായിട്ടുണ്ട്. ഒരു ഗതിയില്ലാത്തവർക്ക്, ഒരു ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം, ഒരു വഴിയും തെളിയാത്തവർക്ക് ചില വഴികൾ തുറന്നു കിട്ടിയിട്ടുണ്ട്. അത്ഭുതമായ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചെയ്താൽ നല്ലതാണ്. അതായത് മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച സർപ്പക്ഷേത്രത്തിൽ പോയി നാഗരാജാവിൻ്റെ ഒരു നെയ്വളക്കൂടത്തിലേക്ക് പ്രാർത്ഥിക്കുക. അത് മാസത്തിലൊന്ന് ആവർത്തിക്കുക. അത്ഭുതകരമായി ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പുതിയ മാർഗങ്ങളെ വഴികൾ തെളിഞ്ഞു കിട്ടും. പിന്നെ നമ്മളത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ടുള്ള കാര്യം. ഭദ്രകാളിക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുമ്പം നിങ്ങൾ അമ്മയോട് കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. വൈകുന്നപാട് പ്രാർത്ഥിക്കുന്നതിന് ചില രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ രാവിലെ പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ്, നല്ലതല്ല പക്ഷെ വൈകുന്നപാട് ചെയ്യുന്നതിന് ചില പ്രത്യേക ഒരു കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാകും. അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം. മനസ്സിലായാലും ഇനിയും പറയാൻ പോകുന്ന കാര്യം, എല്ലാ വീട്ടിലെയും വീട്ടമ്മമാർ ചെയ്യേണ്ട കാര്യമാണ്. ചെയ്താൽ ആ വീട്ടിൽ എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകും. ഇതെല്ലാ നക്ഷത്രത്തിൽ പെട്ടവർക്കും ചെയ്യാം. ഇവിടെ നക്ഷത്രമൊന്നുമില്ല, ഇനിയും പറയാൻ പോകുന്നത് എല്ലാ നക്ഷത്രത്തിൽ പെട്ടവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതായത് എല്ലാ വീട്ടിലെയും വീട്ടമ്മമാർ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, വീട്ടമ്മമാർ ജനിച്ച സ്ഥലം എവിടെയാണോ അവിടെ അവർ ജനിച്ചതിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒന്നെങ്കിലും പോയി തൊഴണം. രാവിലെ പോയി വഴിപാട് ചെയ്താൽ മതി. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യണം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ചെയ്യണം, കടുംബായുസവും കൊടുക്കണം. നല്ല മാറ്റം വരും, എല്ലാ തടസ്സങ്ങളും മാറും. ഇത് മാസത്തിലൊന്നോ 3 മാസത്തിലൊന്നോ ആവർത്തിക്കണം. പിന്നെ വീട്ടമ്മമാർ അവരുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോകണം. കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംബായുസം, നെയ്യ് അല്ലെ നെയ്വിളക്ക്, അതിനകത്ത് കാര്യമുണ്ട്. നെയ്വിളക്ക് സമർപ്പിക്കുന്നതിനകത്ത് കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംബായുസം, ഇത് കുടുംബദേവതയ്ക്ക് ചെയ്യണം. അത് മാസത്തിലൊന്നോ അല്ലെ 2 മാസത്തിലൊന്നോ 3 മാസത്തിലൊന്നോ ആവർത്തിക്കണം. ആദ്യം ഒരു തവണയെങ്കിലും ചെയ്യുക. വീട്ടമ്മമാർ ഈ പറഞ്ഞ കാര്യം ചെയ്യുമ്പം പ്രാർത്ഥിക്കേണ്ട കാര്യം, എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, വീട്ടിൽ മംഗളകാര്യങ്ങൾ, സർവ്വ ഐശ്വര്യങ്ങളെ എല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ആ കുടുംബം രക്ഷപ്പെടും, യാതൊരു സംശയവും വേണ്ട ഈ കാര്യങ്ങൾ ചെയ്താൽ. അപ്പോൾ ഒന്ന്, വീട്ടമ്മമാർ അവർ ജനിച്ച സ്ഥലത്തിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലൊന്ന് പോകണം. അവിടെ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്യ് അല്ലെങ്കിൽ നെയ്വിളക്ക്, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല. ഇത് മാസത്തിലൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാ. അല്ലെ ഒരു തവണയെങ്കിലും പോയി ആദ്യം ചെയ്യുക. പിന്നെ പറ്റുന്ന പോലെ ഇടയ്ക്ക് പോയി ആവർത്തിക്കുക, സൗകര്യം പോലെ ചെയ്യുക. 2, അവരുടെ വീട്ടമ്മമാരാരാണോ അവരുടെ കുടുംബദേവത, ഭർത്താവിൻ്റെ അല്ല, വീട്ടമ്മമാരുടെ കുടുംബദേവത, അവിടെ പോയി കുടുംബദേവതയ്ക്ക് എണ്ണ, മാല, അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംബായുസം, എണ്ണ ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കൂടെ വെക്കണം, അത് പെട്ടെന്ന് മാറ്റം വരും. കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഒരു സെറ്റുമുണ്ട് സമർപ്പിക്കുക. അമ്മയോട് സങ്കടം പറയുക, എന്നെ എൻ്റെ സന്തതി പരമ്പരകളെയും രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയുണ്ട്. മാസത്തിലൊന്നോ അല്ലെ ഇടയിൽ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഒരിക്കലും ആവർത്തിക്കുക. പ്രത്യേക ശക്തിയാണ് ഇതിന്. അപ്പോൾ ഇങ്ങനെ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ആ കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്തും. ഇനി വീട്ടമ്മമാർ ഇപ്പം വീട്ടിലെ എല്ലാവരും ചെയ്യേണ്ട അല്ലെ എല്ലാവരും അറിയേണ്ട കാര്യമാണ് പറയുന്നത്. ഇനിയും പറയാൻ പോകുന്ന കാര്യം, അത് എല്ലാ നക്ഷത്രക്കാരും അതിനകത്ത് ഉൾപ്പെടും. അതായത് ഒരു വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സൂര്യോദയത്തിന് മുമ്പേ ആ വീട്ടിലുള്ള എല്ലാവരും ഉണരണം. പരീക്ഷിച്ച് നോക്കി, ആ വീട് മാറ്റം ഉണ്ടാവും. സൂര്യോദയം എന്ന് പറഞ്ഞാൽ 6:30, ഒരു 6 മണിക്കെങ്കിലും ഉണരണം. പിന്നെ 6 മണിക്ക് മുമ്പ് എപ്പം വേണേലും ഉണരാം. 5 മണി 5:30 അത് എപ്പം വേണേലും ആയിക്കോട്ടെ. 6 മണിക്കെങ്കിലും അല്ലെ 6 മണിക്ക് മുമ്പോ 6 മണിക്കെങ്കിലും ഉണരണം. 6:30
മിക്കവാറും ശരാശരി സൂര്യോദയം വരുന്നത്. ഒരിക്കലും 6:30 സമയത്തിലേക്ക് വരരുത്. അതിനു മുമ്പ് 6 മണിയോ ഏത് സമയം വേണേലും 6:30-ക്ക് മുമ്പ്, 6:15, 6:30 അല്ലെ 5:30, 5 മണി എപ്പം വേണേലും എഴുന്നേക്കാം. എന്തായാലും ഒരു 6:15-ന് മുമ്പെങ്കിലും ഉണർന്നിരിക്കണം. 6 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, അല്ലെങ്കിൽ ഒരു 5:30-ക്ക് എഴുന്നേൽക്കുന്നത് നല്ലതാണ്. പറ്റാത്തൊരു 6 മണിക്കെങ്കിലും എഴുന്നേൽക്കണം. 6:15 വരെ എടുക്കണ്ട, ഒരു 6 മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ആ വീട് രക്ഷപ്പെട്ടിരിക്കും, യാതൊരു സംശയം വേണം. ആ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ എന്ത് പ്രാർത്ഥനകളായിക്കോട്ടെ അത് ചെയ്താൽ ഫലം ഉണ്ടാവും, അച്ചട്ടാണ്, യാതൊരു സംശയം വേണ്ട. കാരണം ആ സമയത്തിന് ചില പ്രത്യേകതകളുണ്ട്. പിന്നെ വീട്ടമ്മമാർ ഇതുപോലെ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് അവർ കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറുമ്പോൾ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ചെയ്തു നോക്കുക. അവർക്ക് ആ കുടുംബത്തിലെ അതിൻ്റെ മാറ്റം വരും. അതായത് ഏത് മുറിയുടെ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ഈശ്വരീയമായ ശക്തിയുണ്ട്. അപ്പം അടുക്കള ആയിക്കോട്ടെ, അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ അവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ഒരു മന്ത്രം ജപിക്കുക. അത് ഇങ്ങനെ കൈ നോക്കി ജപിക്കണം, കയ്യേലും നോക്കി ജപിക്കുക. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഹ്രീം എന്നുള്ള ഹായാണ്. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. സമ്പത്ത് നൽകണമെന്ന് പറയുക. പിന്നെ ഞാൻ ഇതാളി പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് ഇതിപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്ന. അപ്പം ഇതുപോലെ ഒരു പാത്രം, അത് ഏത് പാത്രം ആയിക്കോട്ടെ, പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ട് അത് കയ്യിൽ പിടിച്ച് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ജപിക്കുക. വാവുണ്ട് സമ്പത്ത് നൽകണ എന്ന് പറഞ്ഞ് ഈ മഞ്ഞപ്പൊടി അടുക്കളയിൽ എവിടെ വേണേലും വയ്ക്കാം. അത് കിഴക്കോട് തിരിഞ്ഞെന്നാണ് ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ അവിടെ നിന്ന് കിഴക്കോട് തിരിഞ്ഞെന്ന് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ രാവിലെ ചെയ്യുക. പിന്നെ സ്റ്റൗവിലായിക്കോട്ടെ ഏതിലായിക്കോട്ടെ തീ കത്തിക്കുന്നതിന് മുമ്പ് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് കിഴക്കോട്ട് നോക്കിയെന്ന് പ്രാർത്ഥിച്ച് സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് അഗ്നി കത്തിക്കുക. അതായത് ഏതിലായിക്കോട്ടെ, സ്റ്റൗവിലായിക്കോട്ടെ ഏതിലായിക്കോട്ടെ. ഈ ഒരു ചെറിയ കാര്യം രാവിലെ അടുക്കള ചെയ്ത് നോക്കുക. ആ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. കാരണം ഈ അടുക്കള എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടുക്കള അന്നം പാചകം ചെയ്യുന്ന സ്ഥലമാണ്. അന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മമാണ്, ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമാണ് അടുക്കള. അപ്പം ഈ കാര്യം വീട്ടമ്മമാർ രാവിലെ ചെയ്താൽ ആ വീട്ടിൽ സമാധാനം, സന്തോഷം, സമ്പത്ത്, ഐശ്വര്യം എല്ലാം ഉണ്ടായി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വീട്ടിലുള്ളവർ എല്ലാം ഒരു സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ അകത്ത് കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയും ഈ പെട്ടെന്ന് ഒരു മാറ്റം വരാൻ വേണ്ടി ഒരു നരസിംഹമൂർത്തിയുടെ 2 രഹസ്യവിദ്യകൾ പറഞ്ഞുതരാം. വ്യാഴാഴ്ച നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. ശത്രുദോഷം, സാമ്പത്തിക തടസ്സങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ ഇത് മാറാൻ നല്ലതാണ്. 1. രണ്ടാമത്തെ കാര്യം, ചോദ്യ നക്ഷത്രം വരുന്ന അന്ന് നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ കടങ്ങൾ പെട്ടെന്ന് വീടാൻ ഉപകരിക്കും. അപ്പം ഇത് നമ്മൾ ചെയ്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നരസിംഹസ്വാമിയെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. ആദ്യം നരസിംഹസ്വാമിയെ വിളിക്കുമ്പോൾ ആദ്യം ഓം നമോ നാരായണായ ജപിച്ചിട്ട് വേണം നരസിംഹസ്വാമിയെ വിളിക്കാൻ. എന്നിട്ട് നരസിംഹസ്വാമിയെ വിളിച്ചു കഴിഞ്ഞ് ഓം നമോ നാരായണയെ കൂടെ ജപിക്കണം. അപ്പം പെട്ടെന്ന് ഫലം ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് വിളിക്കാം. എനിക്ക് അറിയാവുന്ന അല്ലെ പറഞ്ഞു കൊടുത്തൊരു അനുഭവമുള്ള രീതി പറഞ്ഞതേ ഉള്ളൂ. കാരണം ഓം നമോ നാരായണ, നാരായണനാണ് മൂലം, നാരായണന്റെ അവതാരമാണല്ലോ നരസിംഹമൂർത്തി. അപ്പം നാരായണനെ സ്മരിച്ചിട്ട് ആ അവതാരത്തെ സ്മരിച്ചാൽ പെട്ടെന്ന് മാറ്റം വരും. അത് അനുഭവമുള്ള രീതിയാണ്, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ജപിക്കാം. പിന്നെ നിങ്ങൾ ആദ്യം ചെന്ന് നരസിംഹമൂർത്തിയെ തന്നെ വിളിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു രീതി, ആദ്യം ഓം നമോ നാരായണായ ജപിക്കുക, എന്നിട്ട് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക, അവസാനം ഓം നമോ നാരായണായ ജപിക്കുക. അങ്ങനെ നിങ്ങളൊരു നെയ്വിളക്ക് നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിൽ ചോദ്യ നക്ഷത്രം വരുന്ന ദിവസം രാവിലെ തെളിയിച്ച് സമ്പത്തും ഐശ്വര്യമൊക്കെ പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ കടങ്ങൾ വിടാനത് പെട്ടെന്ന് ഉപകരിക്കും എന്നുള്ളതാണ്. ഇനിയും ഈ 27 നക്ഷത്രക്കാർക്ക് ഏത് നക്ഷത്രക്കാരനും ചെയ്യാം. അവർക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര ദുരിതങ്ങളാണ്, അല്ലെ വീട്ടിൽ കലഹങ്ങളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളെ, പ്രശ്നങ്ങളെ, എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന ഒരു ചെറിയ കാര്യം ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. അതായത്
ഏത് വ്യക്തികളാണെങ്കിലും അവരുടെ പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം അടുത്തുള്ള കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോകണം. പൂജയുള്ള ക്ഷേത്രമായിരിക്കണം, അത്ര ശ്രദ്ധിച്ചാൽ മതി. നിത്യപൂജ ഉള്ളിടമായിരിക്കണം. അവിടെ പോയി വൈകുന്ന പാട് പക്കനാളിൻ്റെ അന്ന്, നിങ്ങളുടെ പക്കനാളിൻ്റെ അന്ന് പോയി വൈകുന്ന പാട് ഒരു സെറ്റുമുണ്ട് ഭഗവാന് സമർപ്പിച്ച് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുക. ഭഗവാനെ ലയിച്ച് പ്രാർത്ഥിച്ച് വെക്കണം. ഈ ഒരൊറ്റ കാര്യം, ലളിതമായൊരു കാര്യം ഒരു തവണ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് ഒരു തവണ പറഞ്ഞതാണ്, വേണമെങ്കിൽ 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കലും ഇത് ആവർത്തിക്കാം. പക്കനാൾ തോറും, എല്ലാ പക്കനാളിലും ചെയ്യണമെന്നില്ല. ഒരു സെറ്റുമുണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതിന്റെ രഹസ്യം എന്നാണെന്നറിയോ? ആ വ്യക്തിയുടെ പിതൃദോഷം അപ്പോഴേ മാറാൻ തുടങ്ങുമെന്നുള്ളതാണ്. പിതൃദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്ത്രദാനത്തിന് ചില ഇതുണ്ട്. അന്നദാനം ചെയ്താലും പിതൃദോഷം മാറും, വസ്ത്രദാനം ചെയ്താലും പിതൃദോഷം മാറാൻ ഉപകരിക്കും. ഈ വസ്ത്രദാനം ഭഗവാനെ സമർപ്പിക്കുക, നാരായണനെ സമർപ്പിക്കുക, അത് വലിയൊരു സമർപ്പണമാണ്. അപ്പം ഭഗവാൻ എന്തായാലും അതിന്റെ ഫലം തരും, എന്നെ സംശയമൊന്നും വേണ്ട. ഇന്നല്ല നാളെ തരും. ഭഗവാന് എന്ത് ചെയ്താലും ഭഗവാൻ അത് ഫലം കൊടുക്കാതിരിക്കത്തില്ല. അപ്പം ഭഗവാന് വസ്ത്രം ഇതുപോലെ സമർപ്പിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനിതുപോലെ പറഞ്ഞ് വസ്ത്രം സമർപ്പിച്ചവർ, വീടില്ലാത്തവരിന്ന് വീട് മേടിച്ചിട്ടുണ്ട്, നല്ല നിലയിൽ സാമ്പത്തികമുണ്ട്, നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. അപ്പം പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകുന്നുള്ളതാണ്. നമ്മളിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ടും മാറ്റമില്ലേ? ലളിതമായി ഒരു കാര്യം ഒരു തവണയെങ്കിലും ആദ്യം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഒരു 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കൽ വേണമെങ്കിൽ ഇത് ആവർത്തിക്കാം. ഒരു തവണയെങ്കിലും ആദ്യം ചെയ്യുക. പിന്നത്തെ കാര്യം പിന്നെ, അതായത് പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം ചിലർ ചോദിക്കും, എടാ എൻ്റെ കുടുംബത്തിലെ പൂർവികന്മാർ ചെയ്തതിന് ഞാൻ എന്തിനാ അനുഭവിക്കുന്നത്? ചോദ്യം ന്യായമാണ്. പക്ഷെ എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞുതരാം. പിതൃപ്രീതിക്കകത്ത് കാര്യമുണ്ട്. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഡയറക്റ്റ് ആകാശത്തു നിന്ന് ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് ശരീരം എടുത്തതല്ല. ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് ഒരു പ്രവേശനം കിട്ടുന്നത്. അതായത് ഒരു ശരീരത്ത് ഒരു തലമുറയിലെ ഭാഗമായിട്ട് ഒരു മാതാവിന്റെ ഗർഭത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. ഒരു കുടുംബമാണ്, അവർക്കൊരു തലമുറ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നേരിട്ട് ആത്മാവായിട്ട് ഭൂമിയിലോട്ട് വന്ന് പിറവിയെടുക്കുകയല്ല, ഒരു കുടുംബത്തിലായിരിക്കും ജനിക്കുന്നത്. അപ്പൊ ഈ കുടുംബത്തില് ഇപ്പൊ എൻ്റെ അപ്പൂപ്പൻ ആ അപ്പൂപ്പന് ഈ ജ്യോതിഷം ഒക്കെ കുറച്ച് അറിയാമായിരുന്നു. അപ്പൊ എനിക്ക് അത് അറിഞ്ഞോ അറിയാതെ അതിൻ്റെ ഒരു കഴിവ് കിട്ടി. അത് ഒരിക്കലും നമ്മളത് ചിന്തിക്കാത്ത കാര്യമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാനൊരു കോളേജ് ലെക്ചറോ ഒക്കെ ആകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിക്കാതെ തന്നെ ആ മേഖലയിലേക്ക് വന്നു. അപ്പൊ എൻ്റെ DNA അതിൻ്റെ ഒരു ടേസ്റ്റ് കാണും. മനസ്സിലായാലും ഈ DNA എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പന് ആ തലമുറയിൽ നിന്ന് നമ്മളിലേക്ക് ആ DNA എല്ലാം ഈ സ്വഭാവങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ചില ഗുണങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം അവരുടെ പുണ്യഭാവങ്ങളും ഈ DNA വഴി ട്രാൻസ്ഫർ ആവും. അവർ ചെയ്ത പുണ്യവും ഭാവവും, കാരണം എൻ്റെ DNA അവരുടെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെ അവരുടെ ദോഷങ്ങൾ, അവരുടെ ചിലപ്പം സ്വഭാവത്തിന് പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതും ചിലപ്പം കാണും. എൻ്റെ അച്ഛൻ നല്ലതായിട്ട് ഫുട്ബോൾ കളിക്കും. പക്ഷെ ആ ഒരു എനിക്ക് ഫുട്ബോളിനോട് വലിയ താല്പര്യമാണ്. ഞാനും ഫുട്ബോൾ കളിക്കാൻ പോകും. ഫുട്ബോളിനോട് വലിയ താല്പര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് ഫുട്ബോൾ. അപ്പം എനിക്ക് എൻ്റെ DNA ഉണ്ട്. അത് ഗുണങ്ങളും ദോഷങ്ങളും ആ DNA വഴി ട്രാൻസ്ഫർ ചെയ്യും നമ്മുടെ തലമുറയിലുള്ളവർ. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത പുണ്യപ്രവർത്തികളും പാപങ്ങളും അതിൻ്റെ എഫക്റ്റും DNA വഴി ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. DNA ഇതെല്ലാം ഉണ്ടല്ലോ. ഒരാൾ ചെയ്ത പ്രവൃത്തിയുടെ എല്ലാ കാര്യങ്ങളും DNA അത് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ആത്മാവ് ഭൂമിയിലോട്ട് വരുമ്പോൾ ഏത് തരത്തിലുള്ള കർമ്മയുള്ള കുടുംബത്തിലാണ് ജനിക്കണമെന്നുള്ളത് ഈ സോള് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഈ സോളിന് ഒരു ആത്മശുദ്ധീകരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള കർമ്മമുള്ള കുടുംബത്തിലാണ് ജനിക്കണമെന്നുള്ളത് നേരത്തെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ആത്മാവ് ഒരു മാതാവിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പിതാവിനെയും മാതാവിനെയും തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഭൂമിയിലോട്ട് വരുന്നത്. അപ്പൊ ആ കുടുംബത്തിന് ആ കുടുംബത്തിലെ അവർക്കൊരു DNA കണക്ടിവിറ്റി ഉണ്ട്, ഒരു കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ഈ ആത്മാവ് അനുഭവിക്കാൻ യോഗമുള്ളതുകൊണ്ടാണ് ആ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നത്.
മനസ്സിലായല്ലേ? ഇപ്പം ഞാനൊരു കുടുംബത്തിൽ വന്ന് ജനിച്ചു. എൻ്റെ കുടുംബത്തിന് ഇപ്പം DNA കണക്ടിവിറ്റി അനുസരിച്ച് ബുധകർമ്മയുണ്ട്. എൻ്റെ കുടുംബത്തിനുണ്ട് ബുധകർമ്മ. അപ്പം ഞാൻ ആ കുടുംബത്തിൽ ജനിച്ച് ഞാൻ ആ ബുധകർമ്മയുടെ ചില ദോഷങ്ങൾ അനുഭവിക്കേണ്ട വ്യക്തിയാണ്, ആ സോളാണ്. അത് അങ്ങനെ അനുഭവിക്കൊണ്ടായിരിക്കും എൻ്റെ സോള് ആ രീതിയിലുള്ള ഒരു കുടുംബത്തിലേക്ക് വന്ന് ജനിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആ ഒരു കർമ്മവും തീർച്ചയായിട്ടും ആ വ്യക്തിയെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിതൃ പ്രീതി വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. ഇനി നമ്മൾ ഈശ്വരീയമായി നമ്മുടെ തലമുറയിൽ മുൻപ് ജീവിച്ചിരുന്ന മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഹൃദയം ശുദ്ധമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ ചൈതന്യത്തിലും ശുദ്ധീകരണം ഉണ്ടാവും. അതല്ലേ ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ബലിയിടുന്നു, അല്ലെങ്കിൽ നമ്മൾ തർപ്പണം ചെയ്യുന്നു, ഒരു ശുദ്ധമായ പ്രാർത്ഥന അവിടെ ഉണ്ടാകുകയാണ്. ആ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ അവരുടെ ചൈതന്യത്തിലും ആ ഈശ്വരീയമായ ഒരു അനുഗ്രഹം, ശുദ്ധീകരണം ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും പിതൃപ്രീതി വളരെ അനിവാര്യമാണ്. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകണം. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ലോകത്തിൽ അവന് എത്ര തന്നെ തടസ്സങ്ങൾ ഏത് കാര്യത്തിന് ഉണ്ടായാലും അതിനെയൊക്കെ നിഷ്പ്രയാസം അതിജീവിക്കാനും പറ്റും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആണ്ടുബലി ഇടുന്നു, അല്ലെങ്കിൽ തിരുനെല്ലി പോയി ബലിയിടുന്നു. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമ്മൾ എള്ളും ഉണക്കലരി എല്ലാം വെച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. അത് അതിൻ്റെ ഒരു വശം, ഒരു മെത്തേഡ്. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പിന്നെ അതുപോലെ ദാനധർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, പുണ്യപ്രവർത്തികളും, നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികളും പിതൃക്കൾക്ക് ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് അന്നദാനം ചെയ്താൽ പിതൃപ്രീതി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പുണ്യങ്ങൾ ചെയ്താൽ പിതൃപ്രീതി കിട്ടും എന്ന് പറയുന്നതിന് കാര്യം, നമ്മൾ ചെയ്യുന്ന പുണ്യവും പിതൃക്കൾക്കും ഗുണമുണ്ടാവും. അതുകൊണ്ട് അവർ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് ഈ അന്നദാനമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറ്റം വരുന്നതിൻ്റെ കാര്യം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഈ പിതൃപ്രീതിയുടെ ഒരു ആവശ്യകത മനസ്സിലാകും. നമ്മളെപ്പോഴും ഒരു തലമുറയുടെ ഭാഗമാണ്. നമ്മൾ എപ്പോഴും നമുക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരുടെ DNA പല ഗുണങ്ങളും ദോഷങ്ങളും നമ്മുടെ DNA പറഞ്ഞാൽ മനസ്സിലായി. അപ്പം അവർ ചെയ്ത കർമ്മങ്ങളും അതിൻ്റെ എഫക്റ്റും തീർച്ചയായിട്ടും ഉണ്ടാവും DNA. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ അവർക്ക് ഈശ്വരീയമായ സദ്ഗതി നൽകും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പാപപ്രവർത്തികളും അവർക്കും ദോഷമുണ്ടാക്കും. നമ്മളുടെ പ്രവർത്തികൾ, നമ്മളിപ്പോൾ ബലിയിടുന്നില്ല, നമ്മൾ അവരെ മറക്കുന്നു, നമ്മൾ വേറെ ഒരു രീതിയിലൊക്കെ പല കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ അവർക്കും അവരുടെ ഒരു ഈശ്വരീയമായ സദ്ഗതി അത് ബാധിക്കും. അപ്പോഴാണ് പിതൃക്കളുടെ ശാപം ഉണ്ടാകും. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ അവർക്ക് ഈശ്വരീയമായ അനുഗ്രഹത്തിന് വേണ്ട പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോഴാണ് അവർക്ക് ഈശ്വരീയമായ സദ്ഗതി കിട്ടും, നമ്മുടെ ജീവിതം രക്ഷപ്പെടും. അതിന് ഏറ്റവും നല്ല കാര്യം അന്നദാനം നടത്തുക, വസ്ത്രദാനം, അന്നദാനം, അതുപോലെ സത്പ്രവർത്തികൾ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഭഗവാൻ നാരായണൻ അല്ലെ കൃഷ്ണന് സെറ്റുമുണ്ട് സമർപ്പിക്കുക. കറുത്തവാവിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കടുംബായുസും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും, ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന, കുളത്തിൽ മലരുകൊണ്ട് മേനൂട്ട്, ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ ചെയ്താൽ പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ പൗർണമി ദിവസം ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുന്നതും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കടുംബായുസും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും, അമ്മയ്ക്ക് സെറ്റ് സമർപ്പിക്കുക, അങ്ങനെ ചെയ്യുന്നതും ഒക്കെ പിതൃപ്രീതി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ അതിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ അനുഭവങ്ങളിൽ നിന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പം ഗുരുവായൂർ പോകുന്നു, പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ ഒരു ദിവസം എത്രയോ ആളുകൾക്ക് അന്നദാനം ചെയ്യുന്നത്, അതൊരു പുണ്യമാണ്. അപ്പോൾ അവിടെ ആ പുണ്യം വളരെയധികം ഉള്ളൊരു പുണ്യം നടക്കുന്ന ഒരു സ്ഥലമാണ് ദിവസവും. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പലരോടും പറയാറുണ്ട്, ഗുരുവായൂരൊന്ന് പോയി ദർശനം ചെയ്യേ, ജീവിതം മാറും. ചോറ്റാനിക്കരയൊന്ന് പോകും. അങ്ങനെ ചില പ്രത്യേകതകളും. അപ്പം ഇങ്ങനെ പിതൃപ്രീതിക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ നമ്മളും രക്ഷപ്പെടും, നമ്മുടെ കുടുംബവും രക്ഷപ്പെടും, ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ എന്തൊക്കെ ചെയ്താലും എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും.
എത്ര നല്ലതായിട്ട് ബിസിനസ് ചെയ്താലും എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായി ചിലപ്പം തകരാം. ഞാൻ പല ആളുകളുടെയും കൈരേഖകളും സംഖ്യാജ്യോതിഷവും ഗ്രഹനിലയും ഒക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവർക്ക് കഴിവൊക്കെ ഉണ്ടായിരിക്കും, അവരെല്ലാം ആലോചിച്ചും ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഇവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നുള്ളതാണ്. അല്ലെ എന്ത് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാനൊരു തടസ്സം വരിക, ഇതൊക്കെ പിതൃപ്രീതി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ തന്നെ പറഞ്ഞു, തിരുനെല്ലി വിട്ട വഴിപാട് ചെയ്തവർ എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അതുപോലെ അല്ലാതെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ അവസാനം മരിച്ച ആളുടെ മരിച്ച മാസവും മരിച്ച നക്ഷത്രം എടുക്കുക. മരിച്ച മാസത്തിൽ മരിച്ച ദിവസം ആ നക്ഷത്രം കൂടെ എടുക്കുക. അപ്പോൾ മരിച്ച മാസത്തിൽ ആ നക്ഷത്രം വരുന്ന ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൂട്ടനമസ്കാരം ചെയ്യാം, ഭഗവാന് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കല്ലാതെ അന്നദാനം ചെയ്യാം. തലേദിവസം വ്രതത്തോടു കൂടി ചെയ്യുവാണെന്നല്ല, തലേദിവസം തൊട്ട് ഒരിക്കൽ എടുക്കുന്നതല്ല, തലേദിവസം അന്നും എടുക്കണം. ഒരിക്കലും എടുക്കാൻ പറ്റുന്നവരെടുക്കുക. പിന്നെ രാവിലെയും വൈകിട്ടും ചപ്പാത്തി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം, വെള്ളം കുടിക്കാം. ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാം, വെള്ളം കുടിക്കാം. പിന്നെ പിറ്റേ ദിവസം അതുപോലെ ഒരിക്കലും നിൽക്കണം. അങ്ങനെ ശിവക്ഷേത്രത്തിൽ പോയി ആ മരിച്ച മാസത്തിൽ മരിച്ച നാൾ വരുന്നതെന്ന് കൂട്ടനമസ്കാരം ചെയ്യുക. അങ്ങനെ ചെയ്ത് എത്ര ആളുകൾക്ക് അതിന് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അത് മരുന്നൊക്കെ കഴിക്കുന്നവരാണ്, അവർ വ്രതം എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഭഗവാനെ വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ദാനധർമ്മങ്ങൾ പറ്റുന്നത് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ദിവസവും ഓം നമോ നാരായണായ ജപിച്ചാൽ തന്നെ പിതൃപ്രീതി ഉണ്ടാകും. അറിഞ്ഞ് ജപിച്ചാൽ ഓം നമോ നാരായണായ ജപിച്ചിട്ട് ഭഗവാനെ നാരായണ എൻ്റെ കുടുംബത്തിലെ അഖില പിതൃക്കൾക്കും ഈശ്വര്യമായ സദ്ഗതി നൽകണമെന്ന് രാവിലെ കുളിച്ചീറനോടെ പ്രാർത്ഥിച്ചാൽ ആ പിതൃക്കൾക്കൊക്കെ ഈശ്വര്യമായ സദ്ഗതി ഉണ്ടാകും. ഇത് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. ദിവസവും കുളിച്ച് ഈറനോടെ വേണം. ഓം നമോ നാരായണായ വാവുകൊണ്ട് ജപിച്ചിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക, ഭഗവാനെ നാരായണ എൻ്റെ കുടുംബത്തിലെ അഖില പിതൃക്കൾക്കും ഈശ്വരമായ സദ്ഗതി നൽകണേ. ഭഗവാനെ നാരായണ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഓം നമോ നാരായണായ എന്ന് ജപിച്ചിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥന മനസ്സിൽ പറഞ്ഞാൽ മതി. എൻ്റെ കുടുംബത്തിലെ എല്ലാ അഖില പിതൃക്കൾക്ക് ഈശ്വരമായ സദ്ഗതി നൽകണേ ഭഗവാനെ എന്ന് വിളിച്ചാൽ മതി. ആദ്യം ഇങ്ങനെ ജപിക്കുക, ഓം നമോ നാരായണായ വാ കൊണ്ട് ജപിക്കുക. എന്നിട്ട് മനസ്സിൽ ജപിക്കുക, മനസ്സിൽ പറയുക, എൻ്റെ കുടുംബത്തിലെ അഖില പിതൃക്കൾക്കും, അച്ഛൻ വഴി അമ്മ വഴി എന്നുള്ള അഖില പിതൃക്കൾക്കും, പഞ്ചഭൂതങ്ങളാൽ മരണപ്പെട്ടതും എല്ലാ അഖില പിതൃക്കൾക്കും ഈശ്വരമായ സദ്ഗതി നൽകാൻ കരുണയുണ്ടാകണേ ഭഗവാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അത് കുളിച്ചീറനോടെ വസ്ത്രം എടുത്തുകൊണ്ട് നിത്യവും ചെയ്യുക. നമ്മൾ തല തോർത്താം, ഇത് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാം. വെള്ളം താടാതെ പെട്ടെന്ന് തല തോർത്താം. ഇനി ഇത് ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യാഴാഴ്ച ചെയ്യുക, ഞായറാഴ്ചകളിൽ ചെയ്യുക. 2 ദിവസം ചെയ്താലും മതി. ആ പിതൃക്കൾക്ക് അതിന് ഗുണമുണ്ടാവും. പിന്നെ കറുത്തവാവിനും ചെയ്യണം, വ്യാഴം ഞായർ കറുത്തവാവ്. വീട്ടിൽ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ദാനധർമ്മങ്ങളും അവർക്കും ഗുണമുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന സത്പ്രവൃത്തികളുമല്ല അവർക്ക് ഈശ്വര്യമായ അനുഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് മാറ്റം ഉണ്ടാവും. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾക്കല്ലേ നമ്മൾ വിചാരിക്കട പിതൃപ്രീതി അത് എന്നെ ഇടപാടാണ്, ഞാനും ചെയ്തിട്ടില്ല, പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഉള്ളവർ ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ശരിയാണെന്നൊക്കെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ എല്ലാം ഒരു വഴിയുണ്ട്, ഇതിൻ്റെ എല്ലാ ഒരു കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി അതിന് ഉള്ള പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളത് മനസ്സിലാക്കാതിരുന്നിട്ടോ ശരിയായിട്ട് മനസ്സിലാക്കാതിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയണം. പിതൃക്കൾ ഈശ്വര തുല്യരാണ് എന്നറിയുക, ഗുരുക്കന്മാർ ഈശ്വര തുല്യരാണ് എന്നറിയുക. അവർക്കൊക്കെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള കഴിവുകളുണ്ട്, അദൃശ്യമായ ശക്തികളാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നത് എനിക്ക് ഈശ്വരൻ തന്ന ഒരു ജ്ഞാനമാണ്. എനിക്ക് അറിവില്ല, ഇങ്ങനെ ഭഗവാൻ തന്ന കാര്യങ്ങളൊക്കെ തന്നേ ഉള്ളൂ. അപ്പം ഭഗവാനെ പിന്നെ നിങ്ങൾ നിത്യവും രാവിലെ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ച് രാവിലെ വൈകിട്ട് ഒരു തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് ഓം നമോ നാരായണായ ആദ്യം ജപിക്കുക. അതിനുശേഷം നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ എന്ന് നിങ്ങൾ വാഗൊണ്ട് ജപിക്കുക. എന്നിട്ട് വീണ്ടും ഓം നമോ നാരായണായ ജപിക്കുക. ഭഗവാനെ
എൻ്റെ കുടുംബത്തിലെ അഖില പിതൃക്കൾക്കും ഈശ്വരമായ സദ്ഗതി നൽകണേ എന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. നിത്യേന രാവിലെയും വൈകിട്ടും ചെയ്യുക. ആ കുടുംബം രക്ഷപ്പെട്ടിരിക്കും, ഒരു സംശയം വേണ്ട. ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് മാറ്റമില്ല, ഇത് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ അതിന്റെ ഒരു അർത്ഥം കൂടെ പറഞ്ഞുതരാം. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, ജഗത്തിന്റെ നാഥനായ വിഷ്ണു. നമസ്തേ നമസ്തേ. നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണുമ്പോൾ നമസ്തേ പറയുന്ന നമസ്തേ അല്ല. ഭക്തിയോടെ, വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ, ആ അഹങ്കാരമില്ലാതെ ഭഗവാന് ലയിച്ചുള്ള കൈകൂപ്പല കേട്ടോ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, ജഗത്തിന് നാഥനായ വിഷ്ണു. നമസ്തേ നമസ്തേ ഗദാചക്രപാണി, ഗദയും ചക്രവും ഒക്കെ ധരിച്ച ആയുധങ്ങൾ ധരിച്ച ഭഗവാൻ. ആയുധങ്ങൾ ധരിച്ച ഭഗവാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവാന്റെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാന് എന്തും ചെയ്യും എന്നുള്ളതാണ്. ഭഗവാന്റെ ആയുധങ്ങൾ നമ്മളെ സംരക്ഷിക്കും, അതാണ്. നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥകാരി, ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നു, എല്ലാത്തരം ദുരിതങ്ങളെയും. അതിനകത്ത് പിതൃദോഷം ഉൾപ്പെടും, എല്ലാം ഉൾപ്പെടും. പിതൃദോഷം, സർപ്പദോഷം, ശാപദോഷം, കുടുംബദോഷം, എവരിത്തിങ് അതിൻ്റെ അകത്ത് വരും, എല്ലാം അതിൻ്റെ അകത്ത് വരും. സർവ്വ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നു. സമസ്ത അപരാധം, എല്ലാം അറിഞ്ഞും അറിയാതും ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമസ്വ, ക്ഷമിക്കണേ. അഖിലേശ, അഖിലം നിറഞ്ഞ ഭഗവാനെ, വിശ്വം നിറഞ്ഞ ഭഗവാനെ, ലോകം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ. എത്ര മനോഹരമാണ് ആ പ്രാർത്ഥന, എത്ര ആഴത്തിലുള്ളതാണ് ആ പ്രാർത്ഥന, എത്ര ആഴത്തിലുള്ള ഒരു ഈശ്വരബോധം ഉണ്ടാകും അത് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക്. ചിന്തിച്ചു നോക്കുക. ഇതൊക്കെയാണ് അറിയേണ്ടത്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ, ശിവോഹം. ഇതിനൊക്കെ മനഃശുദ്ധി മതി, അല്ലാതെ വേറെ ചര്യാനിഷ്ഠകളൊന്നുമില്ല കേട്ടോ, ആർക്കും ചെയ്യാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ, ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.